പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നൊരു വാർത്തയാണ് വരുന്നത്. സ്ഥിരീകരിക്കാനുള്ള സമയമായിട്ടില്ല. ഈ ടൈമിൽ നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലൊന്നും തന്നെ ഈ വാർത്ത വന്നിട്ടില്ല. പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റോയിട്ടേഴ്സ് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുസഫറാബാദിൽ ഇന്ത്യ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. 3 സ്ഥലത്ത് ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയെന്ന് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നൊരു സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥിരീകരണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിതൊരു കൺഫേം ന്യൂസ് ആയിട്ട് ഇവിടെ ഷെയർ ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് റോയിട്ടേഴ്സ് എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാം, ഒരു ഇന്റർനാഷണൽ മാധ്യമമാണ്. അതിലും കൂടി വന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ പ്രേക്ഷകരുമായിട്ട് ഈ ഒരു വാർത്ത ഷെയർ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഈ പാകിസ്ഥാന്റെ ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷരീഫ് ചൌധരി ഇപ്പോൾ ഏതാനും സമയങ്ങൾക്ക് മുമ്പ് സ്ഥിരീകരിച്ചു എന്നാണ് പറയുന്നത്. 3 സ്ഥലങ്ങളിലാണ് എയർ സ്ട്രൈക്ക് ഉണ്ടായിരിക്കുന്നത്. ഒന്ന് ബഹവൽപൂരിലെ അഹമ്മദ് ഈസ്റ്റ് ഏരിയ ഭാഗത്ത്, മറ്റൊന്ന് കോട്ട്ലി എന്ന് പറയുന്ന സ്ഥലത്ത്, മൂന്നാമത് മുസഫറാബാദ്. ഈ 3 സ്ഥലങ്ങളിൽ എയർ സ്ട്രൈക്ക് ഉണ്ടായിരിക്കുകയാണെന്നും ഇതിന് ശക്തമായ തിരിച്ചടി കൃത്യമായ സമയത്ത് തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നൊക്കെയാണ് പാകിസ്ഥാന്റെ മാധ്യമങ്ങൾ അവരുടെ പ്രതികരണമായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത് പാകിസ്ഥാന്റെ ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷരീഫ് ചൌധരിയാണ് ഈ കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഈ താൽക്കാലിക സന്തോഷം, ഇന്ത്യയുടെ ഈ താൽക്കാലിക സന്തോഷം തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിന് പ്രതികാരം ചെയ്യും, ഇതിനൊരു മറുപടി നൽകുമെന്നൊക്കെയുള്ള പ്രതികരണങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അപ്പോൾ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പറയുന്നത് വളരെ ഉഗ്രസ്ഫോടനത്തിന്റെ ശബ്ദം നിരവധി ആളുകൾ കേട്ടു എന്നും അവർ റോയിട്ടേഴ്സ് മാധ്യമ പ്രവർത്തകരോട് അത് പങ്കുവച്ചിട്ടുണ്ട് എന്നുമാണ് ഇപ്പോൾ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാനിലെ TV ചാനലുകളിലും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഇന്ത്യയിൽ ഇവയൊക്കെ നിരോധിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്കത് പരിശോധിക്കുന്നതിലും ഉറപ്പുവരുത്തുന്നതിലും ഒക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തായാലും വളരെ സീരിയസ് ആയിട്ടുള്ള ആക്രമണം പാകിസ്ഥാനിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ വരുന്നത്. നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന അപ്ഡേറ്റുകൾ അനുസരിച്ച്, ഇപ്പോൾ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് കിട്ടുന്ന അപ്ഡേറ്റുകൾ അനുസരിച്ച് തീവ്രവാദികളുടെ കേന്ദ്രങ്ങളിലാണ് ഇന്ത്യ ഇപ്പോൾ ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്നോ മറ്റോ ഇതിന് പേര് കൊടുത്തിരിക്കുന്നത്. വളരെ ഉച്ചത്തോടെയുള്ള ശബ്ദം, ഭയാനകമായിട്ടുള്ള സ്ഫോടന ശബ്ദം കേട്ടു എന്ന് ദൃക്സാക്ഷികളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് ചില ഇന്ത്യൻ മാധ്യമങ്ങൾ, ഞാനിപ്പോൾ ഈ വീഡിയോ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ചില മാധ്യമങ്ങളിൽ, ടൈംസ് ഓഫ് ഇന്ത്യയിലൊക്കെ ചെറിയ രീതിയിലുള്ള അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. പാക് മാധ്യമങ്ങൾ വളരെയധികം ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏറെക്കുറെ സ്ഥിരീകരിക്കാമെന്ന് തോന്നുന്നു. എന്തായാലും ഇത് സംബന്ധിക്കുന്ന ഒരുപാട് അപ്ഡേറ്റുകൾ ഇനി തുടർന്നുണ്ടാകും. പാകിസ്ഥാൻ ഇപ്പോൾ അവരുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ചാണെങ്കിൽ തിരിച്ചടി ഇപ്പോൾ അവരുണ്ടാകും. അതിന്റെ സമയവും കാലവും ഒക്കെ തങ്ങൾ തീരുമാനിക്കും എന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പാക് അധീന കശ്മീരിൽ അടക്കം പ്രവർത്തിക്കുന്ന ഭീകരവാദ ക്യാമ്പുകളാണ് ഇന്ത്യ ആക്രമിച്ചിരിക്കുന്നത്. ഇത് പ്രധാനമായിട്ട് പാക് അധിനിവേശ കശ്മീരിലെ സ്ഥലങ്ങളാണ്. നമുക്കറിയാം ഈ തീവ്രവാദികളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് പാക് അധിനിവേശ ഏരിയകളിൽ നിന്നുകൊണ്ടാണ്. അതിൽ പാകിസ്ഥാൻ വിളിക്കുന്ന ആസാദ് കശ്മീർ എന്ന് പറയുന്ന അതിന്റെ ഭാഗമായിട്ട് വരുന്ന പ്രദേശങ്ങളാണ് ഈ കൊട്ട്ലി എന്നൊക്കെ പറയുന്ന സ്ഥലം, മുസഫറാബാദ് ഒക്കെ. സോ അവിടെയാണ് ഈ ഭീകരവാദികൾക്കെതിരായിട്ടുള്ള ആക്രമണം ഇന്ത്യ നടത്തിയിരിക്കുന്നത്. എയർ സ്ട്രൈക്ക് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ബട്ട് എന്ത് തരം ആയുധമാണ് ഇവിടെ ഇന്ത്യ യൂസ് ചെയ്തത് എന്ന് നമുക്കറിയില്ല. ഒരു കാര്യം ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു, ആക്രമണം സംഭവിച്ചിരിക്കുന്നു. പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും തന്നെ ഇന്ത്യയുടെ ഈ ആക്രമണത്തെ തടയാൻ കഴിഞ്ഞിട്ടില്ല എന്നിപ്പോൾ വ്യക്തമാവുകയാണ്. പാകിസ്ഥാന്റെ മിലിറ്ററി തന്നെ ഇതിപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്ന സ്ഥിതിക്ക് നമുക്കിത് ഏറെക്കുറെ വിശ്വാസത്തിലെടുക്കാം. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു തിരിച്ചടിക്ക് ഇന്ത്യ തുടക്കമിട്ടിരിക്കുന്നു. 3 സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഇന്ത്യ ആക്രമണം നടത്തിയിരിക്കുന്നത്.